ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സിൻ്റെ എക്സാമ്പിൾ 26 ആണ്. നോക്കിക്കേ, എക്സാമ്പിൾ 26 എന്താ പറഞ്ഞേക്കുന്നതെന്ന്. ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, 100 വെയർ ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്, 150 ആസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ് ആൻഡ് 75 ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ബോത്ത് ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച് ജ്യൂസ്. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഒരു സർവേ 400 സ്റ്റുഡൻസിൽ നടത്തിയ ഒരു സർവേയിൽ 100 കുട്ടികൾ ആപ്പിൾ ജ്യൂസ് കഴിക്കും, 150 കുട്ടികൾ ഓറഞ്ച് ജ്യൂസ് കഴിക്കും, 75 പേര് ആപ്പിൾ ജ്യൂസും കഴിക്കും ഓറഞ്ച് ജ്യൂസും കഴിക്കും. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടുന്നത്? ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. ആപ്പിൾ ജ്യൂസും കഴിക്കത്തില്ല, ഓറഞ്ച് ജ്യൂസും കഴിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നവരെ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നവരെയും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമുക്ക് ആദ്യമേ ചെയ്യാം. സൊല്യൂഷൻ. നമുക്ക് എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസ് എന്നും ബി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് എന്നും എടുക്കാം. ലെറ്റ് അത് എഴുതണം ആദ്യമേ. ലെറ്റ് ക്യാപിറ്റൽ എ ഡിനോട്ട് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് taking apple juice. Taking apple juice. അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ് ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം. ആൻഡ് ക്യാപിറ്റൽ ബി ഡിനോട്ട് the set of students taking എന്തുവാ? ഓറഞ്ച് ജ്യൂസ്. ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? 100 പേർ ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. അപ്പോൾ 100 പേര് ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നുണ്ട്. അപ്പം N ഓഫ് എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നവരുടെ എണ്ണം 100. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? 150 ആസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. 150 പേര് ഓറഞ്ച് ജ്യൂസ് കഴിക്കും. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 150. പിന്നെ പറഞ്ഞേക്കുന്നതോ 75 വെയർ ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ബോത്ത് ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച് ജ്യൂസ്. ബോത്ത് പറഞ്ഞാൽ എന്തർത്ഥം? രണ്ടും കുടിക്കും, ആപ്പിൾ ജ്യൂസും കുടിക്കും ഓറഞ്ച് ജ്യൂസും കുടിക്കും എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ. സോ N ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 75. ഇനി എന്താ തന്നേക്കുന്നത്? ഇന്ന സർവേ ഓഫ് 400 സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. 400 സ്റ്റുഡൻസിൽ നടത്തിയ ഒരു സർവേയിലാണിത് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ 400നെ നമുക്ക് എ യൂണിയൻ ബി എന്ന് എടുക്കാൻ പറ്റുമോ? എ യൂണിയൻ ബി എന്ന് 400നെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ആ യൂണിയൻ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കുന്നവർ ഫുള്ളായിട്ടല്ല ഈ 400 എന്ന് പറയുന്നത്. അവിടെ മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതാണ് 400. അതിൽ ആപ്പിൾ ജ്യൂസ് കുടിക്കാത്തവർ കാണും, കുടിക്കുന്നവർ കാണും, ആപ്പിൾ ജ്യൂസ് മാത്രം കുടിക്കാത്തവർ കാണും. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 400നെ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും, അതായത് നമ്പർ ഓഫ് എ യൂണിയൻ ബി ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 400 എന്ന് എഴുതിക്കൂടാ. ഇത് തെറ്റാണ്. ഇതല്ല തന്നേക്കുന്നത്. മറിച്ച് എന്താ തന്നേക്കുന്നത്? സർവേ നടത്തിയ സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ എവിടെയാണോ ഈ സെറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ എണ്ണമാണ് തന്നേക്കുന്നത് 400 എന്ന്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണമായിട്ട് 400നെ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എഴുതിയത് ലെറ്റ് ക്യാപിറ്റൽ യു, അതാണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. യു ഡിനോട്ട് ദ, നമ്മൾ ഈ ഒരു കേസിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ യു N ഓഫ് യു ആണ്. അത് 400 പറഞ്ഞേക്കുന്നത്. സെറ്റ് ഓഫ് സർവേഡ് സ്റ്റുഡൻസ്, എത്ര പേരിലാണോ സർവേ നടത്തിയത് അതിനെ നമ്മൾ യു എന്ന് വിളിച്ചു. സോ N ഓഫ് യു ഈസ് ഈക്വൽ ടു എത്ര? 400. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. ആപ്പിൾ ജ്യൂസും കഴിക്കാൻ പാടില്ല, ഓറഞ്ച് ജ്യൂസും കഴിക്കാൻ പാടില്ല. ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കഴിക്കുന്നവർ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കഴിക്കാത്തവരെന്ന് പറയുമ്പോൾ രണ്ടിനും ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കണം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം?
കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു നെയിമുണ്ട്, ഡി മോർഗൻസ് ലാ. ആ ലാ വെച്ചിട്ട് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഏത് ലോയാ? ഡി മോർഗൻസ് ലാ. ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോയാണ്. ഇത് പലയിടത്തും ആപ്ലിക്കേഷൻ ലെവലിൽ ഒത്തിരി ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പല പ്രീവിയസ് ക്വസ്റ്റ്യനകത്തും കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് പകരം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫുള്ള് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എക്കകത്തുള്ള എലമെൻറ്റ്സ് കളയണം, അതായത് യു മൈനസ് എ. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് യു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യു മൈനസ് എ യൂണിയൻ ബി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ ഓഫ് കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. സോ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. നമുക്ക് എ യൂണിയൻ ബി തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്തുവാ? അത് ആദ്യമേ ഞാൻ ഈ സെക്ഷൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു. എ യൂണിയൻ ബി, രണ്ട് ഇക്വേഷൻസ് കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയിലെ എലമെൻറ്റ്സ് ഫുള്ള് കൂട്ടിയിട്ട് രണ്ടിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കുക, അതാണ് എൻ ഓഫ് എ യൂണിയൻ ബി. അത് നമുക്കിവിടെ കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എത്ര? 400. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 100. എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ഒരു 150 പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 75. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 225. 225 എന്ന് ആൻസർ കിട്ടും. ഇതായിരിക്കും നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്, അതായത് ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കാത്തവരുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 225 ആയിരിക്കും. ഹെൻസ് നമുക്കത് എഴുതാം. ഹെൻസ് 225 സ്റ്റുഡൻസ് were taking neither apple juice nor orange juice. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.